ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ എൻ്റെ പേര് ഹാനി. ഞാൻ ഒരു HR എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ നടന്ന ഒരു വലിയൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ്. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ ലൈഫിലെ അല്ലെങ്കിൽ കാരിയറോ ലൈഫ് റിലേറ്റഡോ ആയിട്ടുള്ളതൊന്നുമല്ല. എൻ്റെ ഈ ചെറിയൊരു ഏജിൽ എനിക്കൊരു ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് സർജറി നടന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ടൈമിൽ എൻ്റെ മാനസികാവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ ആ ഹിപ്പ് റീപ്ലേസ്മെന്റ് സർജറിയുടെ ജേണി എങ്ങനെയാണ് എന്നുള്ളതും അത് ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ, ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഞാൻ ഈ ഒരു ഡിസിഷൻ എത്തിയപ്പോഴത്തേക്ക് ഞാൻ യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലും ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആരെങ്കിലും ഇത് ചെയ്തിട്ട് അവരുടെ റിക്കവറി എങ്ങനെയാണ്, പെയിൻ എങ്ങനെയാണ്, അതുപോലത്തെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാനിങ്ങനെ ഇൻസ്റ്റയിലും യൂട്യൂബിലും സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇത് റിലേറ്റ് ചെയ്ത് കുറച്ച് ആനിമേഷൻ വീഡിയോസ് അല്ലാന്നുണ്ടെങ്കിൽ ഡോക്ടർ എക്സ്പീരിയൻസ് മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളായിരുന്നു. അതായത് ഒരു മലയാളം ചാനലിലോ അല്ലെങ്കിൽ മലയാളത്തിലോ ഇതുപോലെ ഒരു എക്സ്പീരിയൻസ്, അതായത് പേഷ്യന്റ് എക്സ്പീരിയൻസ് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോയും ഒരു ചാനലും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. സോ എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഈ ഒരു ചാനലിൽ കൂടി പറയുമ്പോഴത്തേക്ക് അത് ആർക്കെങ്കിലും ഉപയോഗപ്പെടും എന്നുള്ളത് കൊണ്ട് ആണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ടുള്ള കാരണം. സോ ഇനിഷ്യലി എനിക്ക് ആ ഒരു പെയിൻ വന്നു. ഞാൻ ആ ഡോക്ടറിനെ പോയി കണ്ടു. ഹിപ്പ് റീപ്ലേസ്മെന്റ് സർജറി വേണ്ടി വരും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു മാനസിക സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ആർക്കും മനസ്സിലായി എന്ന് വരത്തില്ല. കാരണം ഇത്രയും യങ് ഏജിൽ ഒരു ഹിപ്പ് റീപ്ലേസ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പല രീതിയിലുള്ള സംഘർഷത്തിൽ കൂടിയും ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നു. ഇത്രയും കുഞ്ഞ് ഏജിൽ അല്ലെങ്കിൽ ഇത്രയും 30 വയസ്സിനകത്ത് എനിക്കൊരു ഹിപ്പ് റീപ്ലേസ്മെന്റ് വേണ്ടി വരും, എൻ്റെ ഭാവി ഇനി എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് കൺസേൺസും കാര്യങ്ങളും എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഡോക്ടർ എന്നോട് ആദ്യം സർജറി ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മൈൻഡ് ബ്ലാങ്ക് ആവുക ചെയ്തത്. എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്ന പേടിയും അത് കഴിഞ്ഞിട്ട് എൻ്റെ ലൈഫ് എങ്ങനെ ആയിരിക്കും എന്നുള്ള കൺസേൺസും എല്ലാം കൂടി കൊണ്ട് എൻ്റെ മൈൻഡ് ഓൾറെഡി ബ്ലാങ്ക് ആയിരുന്നു. ഇത് ചെയ്യാത്ത രീതിയിൽ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അറ്റ് ലാസ്റ്റ് ഞാൻ ഹിപ്പ് റീപ്ലേസ്മെന്റ് സർജറി ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. എൻ്റെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അതായത് എനിക്ക് ഈ ഒരു പെയിനോട് കൂടി കൊണ്ടുപോയത് ആ ഒരു ലൈഫ് സ്റ്റോപ്പ് ചെയ്ത് എനിക്ക് പുതിയൊരു ലൈഫ് തുടങ്ങണം എന്ന് ഞാൻ പല ആൾക്കാരുടെയും സപ്പോർട്ടോടു കൂടിയും പല ആൾക്കാരുടെ അഡ്വൈസോടു കൂടിയും ഞാൻ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അവസാനം സർജറി കഴിഞ്ഞു. സോ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിൽ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഈ ഒരു ഹിപ്പ് റീപ്ലേസ്മെന്റ് സർജറി, എങ്ങനെ ഞാൻ ഈ ഹിപ്പ് റീപ്ലേസ്മെന്റ് സർജറിയിലേക്ക് എത്തി, എന്തായിരുന്നു കാരണം, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആയിരുന്നു എനിക്ക് എൻ്റെ ലൈഫിൽ നടന്നത്, അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ ഞാൻ ചെയ്തു റിക്കവറി ആവാനായിട്ട്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അല്ലാന്നുണ്ടെങ്കിൽ അതേപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം, അതായത് എൻ്റെ ലൈഫ് നടന്ന ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നൊരു രീതിയിലാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ടുണ്ടായത് കാരണം. സോ ഇത് എൻ്റെ ഒരു പുതിയൊരു ജേണിയാണ്. ഞാൻ ഇനിഷ്യലി യൂട്യൂബിൽ ഫസ്റ്റാണ്. സോ എൻ്റെ സൈഡിൽ നിന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിലും ഈ ഒരു സംസാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് മിസ്റ്റേക്സുകൾ ഉണ്ടാവാം. പക്ഷേ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള മാക്സിമം സപ്പോർട്ട് തരിക. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഇത് ആവശ്യമായിട്ടുണ്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഈ ഹിപ്പ് റീപ്ലേസ്മെന്റ് സർജറിയുടെ ഒരു സ്റ്റേജിലുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അവർക്കും ഒരു കോൺഫിഡൻസ് ആയിട്ട് വരും. ഓക്കെ, ഇത്രയും യങ് ഏജ് ആയിട്ടുള്ള ഒരു കുട്ടി ചെയ്തു, ആള് ലൈഫിൽ നല്ല രീതിയിൽ പോകുന്നു എന്നുള്ള രീതിയിൽ പോകുമ്പോഴത്തേക്ക് ഈ കാണുന്നവർക്കും ഒരു മോട്ടിവേഷൻ എന്ന രീതിയിൽ ഈ വീഡിയോ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, താങ്ക് യു. നമസ്കാരം.